വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാട് മലമ്പുഴയുടെ അടുത്തുള്ള റോക്ക് ഗാർഡനിലാട്ടോ. ഈ റോക്ക് ഗാർഡന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുള്ളത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള കലാരൂപങ്ങളെല്ലാം ഉദാഹരണമായിട്ട് കല്ല്, ഓട്, പിന്നെ പാത്രങ്ങളുടെ വേസ്റ്റ്, വളപ്പൊട്ടുകൾ, കക്കത്തോട് അവയ്ക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ കലാരൂപങ്ങളും ചിത്രങ്ങളും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഈ റോക്ക് ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഡൽറ്റുകൾക്ക് 25 റുപ്പീസും ചിൽഡ്രൻസിന് 12 റുപ്പീസുമാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ശില്പങ്ങളും ചിത്രങ്ങളും നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ചുണ്ടാക്കിയതായിട്ട് കാണാം. നമുക്ക് ആർക്കും ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഒരു അടിപൊളി പൂന്തോട്ടം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ കാണാം. സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ പല രംഗങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പല ഓരോ കഥകളിലോ ഓരോ പ്രശസ്തമായ കഥകളിലോ ഓരോ രംഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ജോലി ചെയ്യുന്നതായിട്ട് അങ്ങനെ പലതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്മാരൊക്കെ ഇത് ഈ സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഞാനിതുവരെ ഇങ്ങനെ കല്ലുകൊണ്ടും ഓടുകൊണ്ടൊന്നും ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. എൻ്റെ അനിയത്തികൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ വന്ന സമയത്ത് കുറച്ച് വെയിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാലും വീഡിയോ പറ്റുന്ന രീതി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും പാലക്കാട് മലമ്പുഴ വന്നിട്ട് ഈ റോക്ക് ഗാർഡനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി നിങ്ങളാരെങ്കിലും പാലക്കാട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ റോക്ക് ഗാർഡൻ ഒന്ന് കണ്ടിട്ട് പോവുക. വലിയ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല, എന്നാലും ഈ കല്ലുകൾ വെച്ചിട്ടുള്ള ശില്പം കാണാൻ ഒരു അത്ഭുതം തന്നെയാണ്. ഓ ഫ്രണ്ട്സ്, ഒരു കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ എനിക്ക് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരുന്നു. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടുത്തെ ഓരോ മൃഗങ്ങളും മനുഷ്യരും നമ്മൾ ആകർഷിക്കുന്ന രീതിയിലാട്ടോ അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ കുറച്ചും കൂടെ കളർഫുള്ളൊക്കെ വേണമെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മങ്ങി വന്നിട്ടുണ്ട്. ദേവരെ വടക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ പിടിച്ചാണ്ട്. ഞാൻ അതിനൊക്കെ തൊട്ട് നോക്കി അതിനങ്ങോട്ട് തള്ളിയിടുക എന്ന മട്ടിൽ നിൽക്കുക കേട്ടോ. പിന്നെ അതേ 2 ആനപ്പാപ്പിമാർ എന്താ വിളിക്കലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 2 ആളുകൾ അത് പുറത്ത് മേലൊക്കെ കയറിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചത് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ സ്കൂൾ അസംബ്ലി ആട്ടോ. പിന്നെ സൂക്ഷിച്ചൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ഉത്സവമൊക്കെ മാറിയേ തോന്നിയത്. കാരണം ചെണ്ടമുട്ടും കൈകൊട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇവിടെ കോൽക്കളിയൊക്കെ ഉണ്ടോ, പൊളി. പിന്നെ ഇത് തിരുവാതിരയും കോൽക്കളിയും ഉത്സവവും ഇതൊക്കെയുണ്ട്. പലതരം വെറൈറ്റികളാട്ടോ അവിടെ ഉള്ളത്. ഗൈസ് ഇതൊക്കെ നോക്കൂ, ഇതൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓ ഗൈസ് ഇത് കണ്ടു നോക്കൂ, ഒരു മാൻകുട്ടിയും അതിൻ്റെ അമ്മയും കൂടെ നിൽക്കുന്നത്. അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിനൊക്കെ നല്ല കളറുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. പിന്നെ നമ്മളൊക്കെ കുറച്ച് ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ.
അതുകൊണ്ടാണ് കൂടുതൽ ഭംഗിയില്ലാത്തത്. എന്നാലും കാണുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതേ ഇവിടെ ഒരു കൊച്ചു ഫാമിലി ഉണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരുപാട് റോക്ക് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതെപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് നമുക്കൊരു പിടുത്തമില്ല കേട്ടോ. ഇതൊരു വലിയ റോക്ക് ഗാർഡൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഒരുപാട് ശില്പങ്ങളും പിക്ചറുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവസാനം ഞങ്ങളൊരു ഗുഹൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ച് ചിത്രങ്ങളും ശില്പങ്ങളും കൂടെ കണ്ടു. അങ്ങനെ ലാസ്റ്റ് ഒരു മുക്കുവനെ കണ്ടു. ആ മുക്കുവൻ്റെ മേലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.